പേരാണ് സമ്പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങ് സമ്പൂർണനായി കഴിഞ്ഞാൽ സൃഷ്ടാവിനുള്ളതൊക്കെ മനുഷ്യനിലും കാണും. എത്രത്തോളം എന്നാൽ മനുഷ്യൻ ഇവിടെയില്ല, അല്ലാഹുവേ ഉള്ളൂവെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പടച്ച തമ്പുരാന്റെ ആ സ്ഥാനത്തേക്കാണ്ടെത്തി. എത്തിയെന്ന് മാത്രല്ല, പിന്നെ എന്താ പ്രത്യേകത? പടച്ച തമ്പുരാനെ സംബന്ധിച്ചവര് കൃത്യമായി എല്ലാം അങ്ങറിയും. നിങ്ങൾ നോക്കൂ, ഈ കാണുന്നത് വഹദത്ത് മാല വ്യാഖ്യാനമാണ്. ഈ വഹദത്ത് മാല വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം എന്താണ് ഇവര് അള്ളാഹുവിലേക്ക് മനുഷ്യരങ്ങ് അടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ വരുന്നത് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിനെ അറിഞ്ഞു വണങ്ങി അള്ളാഹുവിലേക്കു കുല്ലായി മടങ്ങി അള്ളാഹുവിനെ കൊണ്ടെല്ലാം അഴിഞ്ഞു അള്ളാഹു അള്ളാഹു ഇല്ലെന്നറിഞ്ഞു അള്ളാഹു അള്ളാഹു മാത്രം ശേഷിച്ചു അള്ളാഹു അള്ളാഹു പൂർത്തീകരിച്ചു. ഇത് പൂർത്തിയായാൽ ഇൻസാൻ കാമിലായി അള്ളാഹുവിന് മദ്ഹറുമായി. വിശദീകരിക്കാതെ തന്നെ ഈ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, അള്ളാഹുവിലേക്ക് ഒരാളങ്ങ് അടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രത്യേകത എന്താ? അയാളെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കും, അള്ളാഹുവിനെ വിളിച്ചാൽ അയാളും വിളി കേൾക്കും. ഒരേപോലെയായി. അള്ളാഹിനെ വിളിച്ചാൽ അയാളാ വിളി കേൾക്കുക, അയാളെ വിളിച്ചാൽ അള്ളാഹുവാണ് വിളി കേൾക്കുക. അതാണ് ഗൗസുൽ ആദം പറഞ്ഞത്, വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തരം ചെയ്യും ഞാനെന്നോവർ. ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. കാരണം ഗൗസുൽ ആദമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആദമാണ്. പിന്നെന്ത് പ്രയാസം! അപകടം മനസ്സിലായോ എന്റെ ശ്രോതാക്കൾക്ക്? അള്ളാഹിനെ വിളിക്കുന്നതും ശൈഖിനെ വിളിക്കുന്നതും ഒരുപോലെ. അള്ളാഹിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് മുഹീദ്ദീൻ ശൈഖ്, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലോ ഉത്തരം ചെയ്യുന്നത് അള്ളാഹ്. അപ്പൊ ഏത് കാര്യത്തിനും ഇനി നിങ്ങൾക്ക് ശൈഖിനെ വിളിക്കാം. കാരണം എന്താ? ശൈഖിനെ വിളിച്ചാൽ അള്ളയാണ് വിളി കേൾക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ തന്നെ